ഹായ് ഓൾ, വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ്. മൈ ഹോം മൈ ലൈഫിൻ്റെ അടുത്തൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പം നമ്മൾ ഒരു യാത്രയ്ക്ക് പോവുകയാണ്. നമ്മൾ ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ബാംഗ്ലൂർക്ക് പോകുന്നത് ഒരു ചെറിയൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. പക്ഷെ നമുക്കൊരു കാര്യം ഉറപ്പാവാണ്ട് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ, അതാണ്. അപ്പോൾ വഴിയെ കാണാം എന്താ കാര്യം എന്നുള്ളത്. ബാംഗ്ലൂർക്ക് പോയത് ഇത് ഷൂട്ട് ചെയ്തത് ഏകദേശം ഒരു മാർച്ച് സമയത്താണ്. മോളുടെ ബോർഡ് എക്സാം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു 2 ദിവസത്തേക്ക് ബാംഗ്ലൂർക്ക് ഓടി പോയിട്ട് വന്നു. അപ്പോൾ നമുക്കിന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3:30-4 മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മളൊരു ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി 3 മണി ആയപ്പോഴേക്കും നമ്മൾ ബാംഗ്ലൂർ ക്രിസ്തു ജയന്തിയുടെ ഗസ്റ്റ് ഹൗസിൽ നമ്മളെത്തി. ഇത് അവരുടെ ഗസ്റ്റ് ഹൗസാണ്. എൻ്റെ മൂത്ത മോള് ക്രിസ്തു ജയന്തിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുന്നേ നമ്മളൊന്ന് വിളിച്ച് ചോദിച്ചാൽ അവിടെ റൂം അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വന്ന് കയറാം, ചെക്ക് ഇൻ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ മോളാണ് നടക്കുന്നത്. അവളുടെ ബോർഡ് എക്സാം നടക്കുന്ന സമയത്താണ് ഞാൻ ഈ ഷൂട്ട് നടത്തിയത്. ഞാൻ കാര്യം എന്താണെന്ന് പറയാം. അപ്പോൾ അവൾ ഇതുപോലെ +2 ആണല്ലോ, കോമേഴ്സാണ് എടുത്തേക്കുന്നത്. +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജിൽ ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ ഓൾറെഡി ഒരു ജനുവരി സമയത്ത് കുറച്ച് കോളേജസ് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇത് മൂത്ത മോള് ക്രിസ്തു ജയന്തിയിലായതുകൊണ്ട് അവളുടെ അടുത്തേക്ക് ആദ്യം നമ്മൾ വന്നു. അവളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചർച്ച് സ്ട്രീറ്റിലേക്ക് വന്നേക്കാണ്. ഇപ്പോൾ അവർക്കെല്ലാം സ്ഥലങ്ങളൊക്കെ അറിയാമല്ലോ, എവിടേക്കാണ് നല്ല ഫുഡ് കിട്ടണമെന്ന്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഈ ഒരു ചർച്ച് സ്ട്രീറ്റ്. നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. രണ്ട് കഴിക്കും. അപ്പോൾ അവിടെ നല്ലൊരു നൈറ്റ് വാക്കായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ ഒന്ന് കഴിച്ചു, ഒന്ന് ചില്ലടിച്ച് സംസാരിച്ച് നമ്മൾ തിരിച്ചവരെ ഹോസ്റ്റലിൽ കൊണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. മോള് ക്ലാസ്സൊക്കെ നടക്കുന്നുണ്ട്, കോളേജ്
ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ രണ്ടാമത്തെ മോള് +2 ഒക്കെ കഴിഞ്ഞ് ഇനി കോളേജിൽ പോകണം. അപ്പോൾ കുറച്ച് കോളേജെല്ലാം രജിസ്റ്റർ ചെയ്തു. ജനുവരി സമയത്ത് തന്നെ അവർ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ മിക്ക കോളേജുകളിലും നമ്മൾ ഓൺലൈൻ സബ്മിഷനൊക്കെ കൊടുത്തു. 11ൻ്റെ മാർക്കും പിന്നെ ഏകദേശം നമുക്കൊരു 12ൻ്റെ മാർക്ക് കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഏതൊക്കെ കോളേജ് നമുക്ക് പറ്റും എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് കുറച്ച് കോളേജസ് എല്ലാം നമുക്ക് സെലക്ഷൻ കിട്ടി. ഓൺലൈൻ ഇൻ്റർവ്യൂവും കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരാഗ്രഹം പോയി ഒന്ന് കാണണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ബാംഗ്ലൂർക്ക് വന്നത്. അപ്പോൾ മോളെയും കൊണ്ട് നമുക്ക് വന്നു. ഇനി നമ്മൾ പോകുന്നത് അലയൻസ് യൂണിവേഴ്സിറ്റിയാണ്. അത് അനക്കൽ എന്ന് പറഞ്ഞ ഒരു ബോർഡറിലാണ്. ഏകദേശം ഇലക്ട്രോണിക് സിറ്റിയുടെ അവിടെ നിന്ന് ഒരു 30 മിനിറ്റിൽ നമുക്ക് ട്രാഫിക്കൊന്നുമില്ലാതെ എൻ്റെ അനിയത്തി താമസിക്കുന്ന അവിടെ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് എളുപ്പമായിട്ട് നമുക്ക് എത്തുന്ന ഒരു കോളേജാണ് കേട്ടോ. നല്ല അന്തരീക്ഷമാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്, ഭയങ്കര ഗ്രീനറിയാണ്. എന്താ പറയുക, ഒരു കോളേജ് ക്യാമ്പസാണെന്ന് പോലും മനസ്സിലാവത്തില്ല, അത്രയും നല്ലൊരു ക്യാമ്പസാണ്. അപ്പം നമ്മളിവിടെ വന്ന് ഇവിടുത്തെ ഒരു ഫാക്കൽറ്റി മെമ്പറായിട്ട് നമ്മൾ സംസാരിച്ചു. മലയാളി ആയിരുന്നു. ഈവൻ ഫോൺ കോളിലും അവർ തന്നെയായിരുന്നു സംസാരിച്ചത്. നമുക്ക് എല്ലാം കാര്യങ്ങളൊക്കെ പിടികിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും. അവർക്ക് 2 മക്കളുണ്ട്. അവർ ബാംഗ്ലൂർ തന്നെ സെറ്റിലാണ്. അപ്പോൾ നമ്മൾ അവരെയും കൂട്ടിയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. പിന്നെ മോളെ ഇവിടെയൊക്കെ ചേർക്കുമ്പോൾ ലോക്കൽ ഗാർഡിയനൊക്കെ വേണമല്ലോ. അപ്പോൾ അവരെയും കൂട്ടി നമ്മൾ ഇവിടെ വന്നു. നല്ലൊരു കോളേജാണെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പപ്പയ്ക്കും മോൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഓപ്പണായിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാവുന്ന ഒരു ഫാക്കൽറ്റി മെമ്പറാണ്. നിങ്ങൾക്കും ഈ ഒരു കോളേജൊക്കെ നോക്കാം, നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഇത് കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ. അപ്പോൾ ആ കാണുന്ന ഒരു ചെറിയ ഓപ്പണായിട്ട് കിടക്കുന്ന 2 വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ ഈ 2 വണ്ടിയിൽ ഒരു വണ്ടിയിൽ ഞങ്ങളെല്ലാവരെയും അതിനകത്ത് കയറ്റിയിട്ട് ഈ ക്യാമ്പസ് മുഴുവൻ കാണിക്കാനാണ് നിൽക്കുന്നത്. ഈ ക്യാമ്പസിനകത്ത് ഓരോരോ ബിൽഡിംഗാണ്. ഓഫീസ് ഒരു ബിൽഡിംഗ്, സ്കൂൾ ക്ലാസ്സസ് ഒരു ബിൽഡിംഗ്, ഹോസ്റ്റൽ ഒരു ബിൽഡിംഗ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് ലൈബ്രറിയുടെ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഒരു ഫാക്കൽറ്റി മെമ്പർ വേറെ വന്നേക്കാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് അവരുടെ ക്ലാസ് റൂംസിൻ്റെ ബിൽഡിങ്. ഇതിൻ്റെ അകത്തേക്കൂടെയൊക്കെ ചെല്ലുമ്പോൾ ഫുൾ ഗ്രീനറിയാണ്. ഇൻഡോർ ഏരിയ ഒക്കെ ഉണ്ട്, അതും ഫുൾ ഗ്രീനറിയാണ്, നല്ല രസമാണ്. ഇതാണ് ഈ ഓരോ ക്ലാസ്സുകളിലേക്ക് പോകുന്ന വഴി. ആ കാണുന്ന ഓരോരോ കോറിഡോഴ്സ് ഉണ്ട്. ഇങ്ങനെ ഇപ്പോൾ റൈറ്റ് ടേൺ ചെയ്താലും ഓരോരോ റൂംസ് ഉണ്ട്. അതൊക്കെയാണ് അവരുടെ ക്ലാസ് റൂംസ്. ഇപ്പം നമ്മൾ കാണുന്നത് അവരുടെ ഹോസ്റ്റൽ ബിൽഡിംഗ് ആണ്. ഇതിനകത്ത് എന്താ പറയുക, ട്രിപ്പിൾ ഷെയറിങ്, ഡബിൾ ഷെയറിങ്, സിംഗിൾ റൂംസ് ഉണ്ട്. ട്രിപ്പിൾ ഷെയറിങ്, ഡബിൾ ഷെയറിങ്ങിലൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതായത് ട്രിപ്പിൾ റൂം ഒരെണ്ണവും ഇപ്പുറത്തെ സൈഡിലൊരു ട്രിപ്പിൾ റൂം, അതിൻ്റെ നടുക്കിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ബാത്റൂം, ടോയ്ലറ്റ്സ്, വാഷ് ഏരിയ ഒക്കെയാണ്. അപ്പം നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെയൊക്കെ.
ഈ ക്യാമ്പസിനകത്ത് തന്നെ എല്ലാം സംഭവങ്ങളുണ്ട്. ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ലോണ്ടറി ഉണ്ട്, ബ്യൂട്ടി പാർലർ ഉണ്ട്. എല്ലാ സംഭവങ്ങളും തന്നെ ഇതിൻ്റെ അകത്തുണ്ട് ഈ ക്യാമ്പസിനകത്ത്. എല്ലാ ബിൽഡിങ്ങിലും നമ്മൾ പോയില്ല. അത്യാവശ്യം കുറച്ച് ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പോന്നു. ഇതാണ് അവരുടെ ക്യാൻറ്റീൻ. ക്യാൻറ്റീനിൽ എല്ലാവരും വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം നല്ല ഭക്ഷണമാണെന്നാണ് വിശ്വാസം. ഇതാണ് അവരുടെ ബൊഫെ ഏരിയ. ഹോസ്റ്റലിൽ താമസിക്കുന്ന പിള്ളേർക്കും വന്ന് കഴിക്കുന്നത് ക്യാൻറ്റീനിൽ വന്നിട്ടാണ് കേട്ടോ. ഈ കാണുന്നത് ജിം ഏരിയ, യോഗ റൂം, പിന്നെ ഇൻഡോർ പ്ലേ ഏരിയ എന്നൊക്കെ കാണുന്ന ഒരു ബിൽഡിംഗ് ആണിത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലൈസ് ചെയ്തു നമുക്ക് ഈ കോളേജിലേക്ക് ചേരാമെന്നുള്ളത്. പപ്പയ്ക്കും മോൾക്കും, പ്രത്യേകിച്ച് പപ്പയ്ക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. സേഫാണ്, ഇവിടെ നിർത്തിക്കൊണ്ട് പോകാനും ഒക്കെ ഒരു ഫീൽ തോന്നി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു കോളേജിലേക്ക് മോൾക്ക് അഡ്മിഷൻ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അലയൻസ് യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. തിരിച്ചു പോയപ്പോൾ നമ്മൾ നേരെ അനിയത്തിയുടെ വീട്ടിലേക്കാണ് ആദ്യം പോയത്. അവിടെ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ പുറത്തിറങ്ങി. പിള്ളേർക്ക് ബാംഗ്ലൂർക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങണം, എവിടെയെങ്കിലുമൊക്കെ പോകണം, എവിടെയെങ്കിലും എന്തെങ്കിലും കഴിക്കണം. ഫൈനലായിട്ട് നമ്മൾ സ്റ്റോപ്പിൽ വന്നു. മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ആ ഒരു ഫെബ്രുവരി മന്ത്. അപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങാനായിട്ട് കയറി. പിന്നെ നമ്മൾ ഭക്ഷണവും കഴിച്ചു. നമ്മളിവിടെയാണ് കയറിയത് ഭക്ഷണം കഴിക്കാനായിട്ട്. ഒരു നോർത്ത് ഇന്ത്യൻ ക്വിസീനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡിന്നറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, 2 ദിവസത്തെ ഒരു ബാംഗ്ലൂർ സ്റ്റേ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ നമ്മൾ നേരെ അനിയത്തിയുടെ വീട്ടിൽ പോവാണ്. അവിടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പുലർച്ചയ്ക്ക് നമുക്ക് ഇറങ്ങണം, തിരിച്ച് നാട്ടിലേക്ക് വരണം. അപ്പോൾ ആ ഒരു ബോർഡ് എക്സാമിൻ്റെ ഇടയിൽ ഒരു 2 ദിവസം എടുത്തിട്ട് വന്നതാണ് മോളുടെ കോളേജൊക്കെ ഒന്ന് കാണാൻ വേണ്ടി. തിരിച്ച് പോയിട്ട് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒക്കെ എക്സാംസ് ആണ്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ മോളുടെ ബർത്ത്ഡേ ആയപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോയത്. അപ്പോൾ ഒത്തിരി നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. ഭയങ്കര സിമ്പിളാണ്, കാഷ്വലാണ്, അതേസമയം കുറച്ച് ഗ്ലിറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്